ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സാമ്പിൾ ഇട്ട് നോക്കിയതാണ് കാലിക്കറ്റിലും കേരളയിലും. നോക്കൂ, ലോകമറിയുന്ന സമരത്തിലൂടെ അതിന് ശക്തമായ പ്രതിഷേധം, ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് SFI കാണിച്ചു തന്നോ? മാത്രമല്ല, ഇന്നിപ്പോൾ SFI പറഞ്ഞിരിക്കുന്നത്, ആർഷോ പറഞ്ഞിരിക്കുന്നത്, ഇത് കേരളം വേഴ്സസ് RSS എന്ന രീതിയിലേക്ക് ഈ സമരം വിപുലീകരിക്കുമെന്നാണ്. നിങ്ങളത് ഈ വലിയ രീതിയിൽ ഇതൊരു പർവ്വതീകരിച്ച് കാണുകയാണ്. ഇപ്പോൾ താങ്കളുടെ ആമുഖത്തിൽ തന്നെ പറയുന്നത് 14 ലോകവും ഇതറിഞ്ഞു എന്നുള്ള നിലയിലാണ്. കേരളത്തിൽ ഒരു സർവകലാശാലയിൽ SFI ചില കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി അത് അവർ തന്നെ ആ സമരം തന്നെ തുടക്കത്തിലെ പരാജയപ്പെട്ടു പോയിരിക്കുക. അതിലെ ഒരു ലഭ്യത മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത്. കേരളമാകെ ഞങ്ങളുടെ കൈപ്പടിയിലായിക്കളയും, ലോകമെല്ലാം ഞങ്ങളിതങ്ങ് അറിയിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ സർവകലാശാലകളെ അടക്കി വാണിരുന്ന ഒരു കമ്മിവൽക്കരണത്തിന് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊരു ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട്. UGC നിർദ്ദേശിക്കുന്നതും അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ വിധിയുടെയും അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള ആളുകളെ നിയമിക്കുന്നതിന് ചാൻസലർക്ക് അവകാശമുണ്ട്. ആ കടമ അദ്ദേഹം നിർവഹിക്കും. അതിൽ ആരുടെയും ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല. ആരുടെയും തുണ്ട് വാങ്ങിക്കൊണ്ട് അത് അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുക്കേണ്ട ചുമതലയൊന്നും ഗവർണർക്കില്ല, ചാൻസലർക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിക്കുന്നുണ്ട്. ഇപ്പം ഈ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം ആർഷ ഉണ്ടാക്കിയ പ്രശ്നമാണല്ലോ. അവിടെ അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ ഗവർണറെ കേരളത്തിലെ കലാശാലകളിൽ കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തി. അവൾ കളിക്കാൻ പോകുമ്പോൾ തണ്ടും തരവും ഒക്കെ നോക്കിയിട്ട് കളിക്കാൻ പോകട്ടെ. ഒരു ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണറെ മേലിൽ നിയന്ത്രണം നടത്താനോ നിയന്ത്രിക്കാനോ ഒരിക്കലും ഇവർ കഴിയില്ല. ഈ ഗവൺമെൻറ്റിന് തന്നെ കഴിയില്ല. പിന്നെ അല്ല ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ളതിൽ SFIക്ക് കഴിയുന്നത്. ഈ സമീപനം ഞങ്ങളൊന്ന് എടുത്തു നോക്കട്ടെ. ഭാരതീയ ജനതാ പാർട്ടി ഈ സമീപനം ഒന്ന് എടുത്തു നോക്കട്ടെ. CPMൻ്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്ക് ഇന്ത്യയിലെ കലാശാലയിൽ കയറാൻ കഴിയില്ല, SFIക്ക് കഴിയില്ല എന്നൊരു തീരുമാനം എടുത്താൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ട് തങ്ങൾക്ക് കിട്ടിയ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ചാൻസലർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചാൻസലർക്ക് നിയമപരമായി അദ്ദേഹത്തിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേരള സ്റ്റാറ്റ്യൂട്ട് നിയമസഭ കൊടുത്തൊരു അധികാരമുണ്ടല്ലോ, ആ അധികാരം ഉപയോഗിച്ച് ചാൻസലർ എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. അതല്ലാതെ ഇതേപോലെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള നിലയിൽ അദ്ദേഹം പോയതിന് ശേഷവും അദ്ദേഹം വരുന്നതിന് 2 മണിക്കൂർ മുമ്പും കുറേ പ്രകടനങ്ങൾ നടത്തി ആണികളെ ആവേശം കൊള്ളിച്ചിട്ടൊന്നും കാര്യമില്ല. മാന്യമായി ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ മാന്യമായി പ്രവർത്തിക്കാനും പഠിക്കുക എന്നുള്ളതാണ്. ഉപചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ തൽക്കാലം അത് ഉപേക്ഷിക്കുകയാണ്. Debate with MV Nikesh Kumar.